സോ ഹേ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കുഞ്ഞാഞ്ഞയുടെ മേലുകാവിലുള്ള വീട്ടിലാണ്. കുറേ നാളായിട്ട്, അതായത് കുറേ കൊല്ലങ്ങളായിട്ട് ഞാൻ എപ്പോൾ ഇവിടെ എത്തിയാലും ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ആൻറ്റി കളക്ഷൻസ് ഉണ്ട് അമ്മാവൻ്റെ. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു തരണം അല്ലെങ്കിൽ ചോദിക്കണമെന്ന് ആ ഒരു അവസരം എനിക്കിപ്പം കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. എന്താ കഴിച്ചത്? ഇത് വിളക്ക്, എണ്ണ വിളക്ക്. ഇത് എത്ര രാത്രി കാര്യം കണ്ടില്ലാത്തപ്പോൾ ഉപയോഗിച്ചിരുന്നത്. ഓ ശരി. ഏതാണ്ട് എത്ര നാളത്തെ പഴക്കമുണ്ടാവും? ഇത് കുറേ വർഷത്തെ. ഓക്കെ. ഇത് പഴയ ഗ്ലാസ്, കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പണ്ടുണ്ടായിരുന്നു. ഓ അത് ശരി. പിച്ചളയുടെ ഗ്ലാസ്. ഓക്കെ ഓക്കെ. ഇത് പിച്ചളയുടെ സ്പൂണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പഴയ തൂതയെന്നാണ് ഇത് പറയുന്നത്. തൂത. അത് ചുണ്ണാമ്പ് തൂതയെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ചുണ്ണാമ്പ് ഇട്ട് നിറച്ച് വെച്ചേക്കും. ആവശ്യം പോലെ ഇതിനൊരു തണ്ടുണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയി. ആ തണ്ട് വെച്ച് തോണ്ടി എടുത്തിട്ട് വെറ്റിലേത്തേക്കും, എന്നിട്ട് മുറുക്കും. വെറ്റമുറുക്കലിന് ഉള്ളതാണ്. ഇത് ചോറ് പാത്രം. ചോറ്റുപാത്രം കൊള്ളാലോ. ഇത് ചാച്ച ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നോ? ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു. ഇതാണ് പാത്രം. ഓക്കെ. പിച്ചള. ഇതിനകത്ത് അപ്പൊ എന്തോ ഒരു ചോറെല്ലാം മിക്സ് ആക്കി ഇടുവോ? ചോറും കറികളെല്ലാം മിക്സ് ആക്കി ഇടുവോ? ഓക്കെ ഓക്കെ. കറിപ്പാത്രം ഉണ്ട് അതിനകത്ത്. ഇതാണ് കറിപ്പാത്രം. ഇത് കറിപ്പാത്രം. കൊള്ളാം. അത് വെച്ചു. ഇത് ഇങ്ങനെ അടയ്ക്കും. അടിപൊളി. ഇതും അതുപോലെ പഴയ മണ്ണെണ്ണ വിളക്ക്. അത് തണ്ട് നീളമുണ്ട്, അതുകൊണ്ട് ഇച്ചിരി പൊങ്ങി നിൽക്കും. ഇത് വാർക്കിണ്ടി. പഴയ കാലത്ത് പൂജാ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന കിണ്ടിയാണ്. വലിയ കിണ്ടിയാണ്. ഇത് വലിയ കിണ്ടി. അത് പഴയ ഒരു സ്പൂണാണ്. പഴയ സൈസ് സ്പൂണാണ്. ഇരുമ്പാണോ? അല്ല, ഇരുമ്പല്ല, അത് വെള്ളി. അങ്ങനെയാണ്. ഇത് വെറ്റമുറുക്കുന്നവര് ചുണ്ണാമ്പ് സൂക്ഷിക്കും. അമ്മച്ചി കൊണ്ടുവന്ന് മുറുക്കരായിരുന്നു. ഇതിനകത്ത് ചുണ്ണാമ്പ് തേച്ച് അടച്ചു കൊണ്ടുപോകും, എന്നിട്ട് ഇതുകൊണ്ട് തോണ്ടിയെടുക്കും. ഓക്കെ മനസ്സിലായി. ചാച്ച ആന്റീക്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കുറച്ച് കാണികളുണ്ട് ഇവിടെ. മമ്മി, അമ്മായി, ലിൻഡ. അടുത്തത് പോന്നോട്ടെ. ഇത് ഓസ്ട്രിയയുടെ വിളക്ക. എന്ത് വിളക്ക്? ഓസ്ട്രിയയിൽ ഉണ്ടാക്കിയ വിളക്ക. ഓക്കെ. ഇത് ഒരു പെട്രോമാക്സിന്റെ വെളിച്ചമുണ്ട് ഇതിന് കത്തിച്ചു കഴിയുമ്പോൾ. അതെയോ? ഇത് ഇപ്പോഴും യൂസ് ചെയ്യാൻ ഉപയോഗിക്കാം. വർക്കിംഗ് ആണോ? ഓ, കത്തിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഇത് എവിടെ നിന്ന് കിട്ടി? ഇത് എറണാകുളത്ത്. ഇതിന് 200 വർഷം. 200 വർഷമോ? ഇത് വിദേശികള് കോടതിയിൽ വെച്ചിരുന്ന സാധനം. ഈ ചെട്ടിയാറിന്റെ എവിടെ നിന്ന് കിട്ടി? അതിതിലെ കൊണ്ടുവന്ന് മേടിച്ചതാ. പണ്ട് തൊട്ടേ ഇവിടെ ഉണ്ട്. അതെ, നമ്മുടെ ഒരു പ്രതിബിംബമായിട്ട്. അതെ, ചാച്ചനെ പോലെ ചിലപ്പോ തോന്നും. എടു, ഇതെന്താ സാധനം എന്നറിയാവോ? റേഡിയോ എന്ന് മാത്രമേ അറിയുള്ളൂ. ടേപ്പ് റെക്കോർഡറാണ്. പണ്ടത്തെ ടേപ്പ് റെക്കോർഡറാണിത്. അത് കാസറ്റൊക്കെ വെച്ചിട്ട് പ്ലേ ചെയ്യും പാട്ടൊക്കെ. ഇജക്ട് ഇതല്ലേ? ഇതുണ്ടോ? വർക്കിംഗ് ആണ്. മതി കേക്കണ്ട. വർക്കിംഗ് ആണ്. എല്ലാവർക്കും എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ്, ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പല്ല് തർക്കും.
അപ്പൊ അത് കിട്ടിക്കാണും. അമ്മച്ചിയും കൊച്ചുമക്കളും